ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് NIA കോടതിയെ സമീപിക്കാൻ തീരുമാനം. കന്യാസ്ത്രീകളുടെ കുടുംബം, വികാരി ജനറൽ, കന്യാസ്ത്രീ സഭാ പ്രതിനിധി റോജി എം ജോൺ MLA എന്നിവർ അഭിഭാഷകനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇന്നലെയൊക്കെ NIA കോടതിയിലേക്ക് പോകേണ്ടതില്ല, ഒരുപക്ഷെ അങ്ങനെ പോയാൽ അതിൽ കാലതാമസമുണ്ടാകും നടപടിക്രമങ്ങളിൽ എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറി മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണോ? വ്യക്തതയായോ? എന്താകും അടുത്ത തുടർ നിയമ നടപടിക്രമങ്ങൾ? അനുജ, ആദ്യം ഈ ഹൈക്കോടതിയിൽ പോകാനായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ ബിലാസ്പൂരിൽ പോയി അഭിഭാഷകരെ കാണുകയും ഈ പേപ്പറുകളൊക്കെ നൽകുകയും ചെയ്തത്, കോടതി ഉത്തരവിന്റെ അടക്കം പകർപ്പുകൾ കൈമാറുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകി കഴിഞ്ഞാൽ ഇത് ലിസ്റ്റിൽ സ്വീകരിച്ച ശേഷം തിങ്കളാഴ്ച, നാളെയും മറ്റന്നാളും ഹൈക്കോടതി അവധിയായിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച ഈ കോടതി ഈ കേസ് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ എന്ന് അഭിഭാഷകർ പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ NIA കോടതിയിൽ തന്നെ ഈ ഹർജി നൽകാൻ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ സെഷൻസ് കോടതിയുടെ അതേ അധികാരം തന്നെയാണ്. സ്പെഷ്യൽ NIA കോടതിയും സെഷൻസ് കോടതി തന്നെയാണ്, അതേ അധികാരം തന്നെയാണ്. നേരത്തെ ഈ സെഷൻസ് കോടതി, ദുർഗ് സെഷൻസ് കോടതി നിർദ്ദേശിച്ചത് NIA കോടതിയിലേക്ക് പോകണമെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് NIA കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിക്കുന്നത്. കൂടാതെ ഇന്നും നാളെയും കോടതി പ്രവർത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ഹർജി നൽകിക്കഴിഞ്ഞാൽ കോടതി അത് തള്ളിയാൽ പോലും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഉത്തരവ് വാങ്ങിക്കൊണ്ട് ഹൈക്കോടതിയിൽ പോകാം, തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമോപദേശം. വെറുതെ 2 ദിവസം പാഴാക്കേണ്ട, സമയം കളയേണ്ട എന്നുള്ളതായിരുന്നു ഇവർക്ക് കിട്ടിയ നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് NIA കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു. അതായത് ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വെച്ചുകൊണ്ട്, അതായത് NIA കോടതി പരിഗണിക്കേണ്ട കേസാണ്, പിന്നെ എങ്ങനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഈ റിമാൻഡ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. അതിന്റെ ഉത്തരവും ഇന്ന് കിട്ടാനുണ്ട്. അത് ഇന്ന് ഉച്ചയോടെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരവ് കൂടി വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പിന്നീട് ഒരുപക്ഷെ തിങ്കളാഴ്ച പോകാനാണ് ആലോചിക്കുന്നത്. അതിനു മുമ്പ് ഒരു സാധ്യത എന്ന നിലയ്ക്കാണ് ഇപ്പോൾ NIA കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബിലാസ്പൂരിലെ അഭിഭാഷകൻ മുഖേന തന്നെയായിരിക്കും ഹർജി നൽകുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കന്യാസ്ത്രീകളുടെ കുടുംബം, ഒപ്പം തന്നെ ഈ റായ്പൂർ അതിരൂപത വികാരി ജനറൽ, ഒപ്പം ഈ കന്യാസ്ത്രീ പ്രതിനിധികൾ, അവരുടെ കന്യാസ്ത്രീ പ്രതിനിധികൾ, MLA മാർ എന്നിവർ ചേർന്ന് നടത്തിയ ഒരു കൂടിയാലോചനയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നത്. ശരി, NIA കോടതിയെ തന്നെ ജാമ്യവും അപേക്ഷയുമായി സമീപിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നതാണ് അജീഷ് ജയകുമാർ നൽകിയ വിവരം.